എടാ ദിസ് ഈസ് ഇതിൻ. എടാ ഞാൻ തമിഴിൽ ഇപ്പോൾ ജയ്യുടെ പടമായിട്ടുള്ള ഇതൊരു സട്ടൻഡർ മാറത് വാനില്ലേ ഇങ്ങനെ ഒരു പടം ഞാൻ കണ്ടു. ഇത് കുറച്ച് നാളുകൊണ്ട് കാണാമെന്ന് പറഞ്ഞ് അങ്ങ് മാറ്റിയിട്ട പടമാണ്. ഞാൻ ഒന്നാമത്തെ കേസ് ഇങ്ങനെ പടങ്ങൾ ഞാനിപ്പോൾ അങ്ങനെ ഞാൻ ഫോളോ ചെയ്യാറില്ല. എടുക്കുന്ന പടങ്ങളെല്ലാം കട്ടവരാതമാണ്, അല്ലെങ്കിൽ വേറും തുലച്ച സാധനങ്ങളായിരിക്കും. കുറേ നാളുകൊണ്ട് കിടക്കുകയായിരുന്നു ആ പടം. അങ്ങനെ മാറ്റിയിട്ട് തഴഞ്ഞ് കിടക്കുകയായിരുന്നു. എന്നാൽ പിന്നെ ശരി പുല്ലൊന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് ഇരുന്ന് കണ്ട്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു. ഒന്നാമത്തെ കേസ്, ഈ പടവും ടൈറ്റിലും തമ്മിൽ ഒരു ബന്ധവുമില്ല. കളഞ്ഞിട്ട് പോടാ കഴിവില്ലാത്തവനെ എന്നായിരുന്നു എനിക്ക് ഇതിന് ശരിക്കുള്ള ഒരു ടൈറ്റിലായിട്ട് തോന്നിയത്. എന്തുണ്ടാക്കിയെന്നാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാമൂഹിക പ്രതിബന്ധമുള്ള കുറച്ച് സംഭവങ്ങൾ കാണിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു പടം തന്നെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പല പടത്തിലും കാണിച്ചു പോയ സംഭവങ്ങൾ തന്നെയാണ്. എല്ലാത്തിനും മേലെ അണ്ണൻ ഇതിനകത്തൊരു ദളപതി ഫാനാണ് എന്നും പറഞ്ഞ് കാണിക്കുന്ന പേക്കൂത്തുകൾ കാണണം. ഓഫ്, ക്രിഞ്ചെന്നൊക്കെ പറഞ്ഞോണ്ടല്ല. അപ്പം ഇതിനകത്ത് പടം പറയണമെന്ന് വെച്ചാൽ അണ്ണൻ മറ്റേ IT ഫീൽഡിൽ എന്തൊക്കെ കൊണാണ്ടറാണ്. ഈ പറഞ്ഞതുപോലെ സ്ഥിരം പടങ്ങളിൽ കാണുന്ന പോലെ അണ്ണന് ഒരു പോയിന്റിൽ വെച്ച് നായികയെ കാണും, റൊമാൻസ് വരും. അത് ഭയങ്കര അങ്ങ് സീനി തന്നെ, അങ്ങ് ആർട്ടിഫിഷ്യലാണെന്ന് പറയില്ല, അത്രയ്ക്ക് ഗംഭീരമായിട്ടുണ്ട്. റൊമാൻസ് വരും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ, ഇതിൻ്റെ ഇടയ്ക്ക് വില്ലൻ കയറി വരും. വില്ലൻ മറ്റേ KGF ഗരുഡ. അയ്യോ, കോമാളി കണക്കിന് കോമഡി പീസ്. എന്നിട്ട് കുറച്ച് ട്വിസ്റ്റ് ടേൺസ് എല്ലാമൊക്കെ വെച്ച ഒരു ഗംഭീര സാധനം. 2 മണിക്കൂറിനകത്തേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കിയാലും ഇതിനകത്ത് നല്ലതെന്ന് പറയാനായിട്ട് ഒരു സാധനം ഇല്ലാത്ത, എന്തിനോ വേണ്ടി തിളച്ച ഒരു പടം. ഞാൻ ഒരു 2015-16 ആ ഒരു ടൈം വരെ ഇങ്ങനെ പടങ്ങളൊക്കെ കാണുമായിരുന്നു. അത് ഓടുവോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷേ ഇങ്ങനെ പടങ്ങളൊക്കെ കണ്ടിരിക്കാൻ രസമായിരുന്നു. ഇതിപ്പോൾ ഡേ ബൈ ഡേ കുത്തനടിഞ്ഞ് താഴോട്ട് പോകുന്ന അവസ്ഥയാണ്. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു ആരാധനയെ പറ്റി സംസാരിക്കാൻ. അത്രയേ ഉള്ളൂ. ശരി എന്നാൽ.